ആഗോള വ്യാപാര മേഖലയിലേക്ക് കേരളത്തിനെ ബന്ധിപ്പിക്കാൻ പര്യാപ്തമാണെന്ന ഉറപ്പിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർത്തിയായി കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ആരംഭിച്ചുകൊണ്ട് തുറമുഖം കേരളത്തിന്റെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തുറമുഖത്തിന്റെ വികസനവും അന്താരാഷ്ട്ര തലത്തിലേക്ക് തുറമുഖത്തിന്റെ ഉയർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖമാകുമെന്നും ആഗോള തുറമുഖ വാണിജ്യ വ്യാപാര മേഖലയിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടിക്കൊടുക്കുമെന്നുമാണ് വിഴിഞ്ഞം കോൺക്ലേവിൽ ഉദ്ഘാടകനായ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യത്ത് മറ്റൊരിടത്തും അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് തുറമുഖമില്ല. ലോകത്ത് തന്നെ ആകെ 53 തുറമുഖങ്ങളാണ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളത്. തുറമുഖത്തിന്റെ പ്രകൃതിദത്തമായ ആഴം 18 മുതൽ 20 മീറ്ററാണ്. ഏറ്റവും വലിയ മദർ വെസലുകൾക്കും അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾക്കും അനായാസം ഇവിടേക്ക് അടുക്കുന്നതിന് ഈ ആഴം പര്യാപ്തമാണ്. നിലവിൽ 1 മില്യൺ TU ശേഷിയുള്ള വിഴിഞ്ഞം ഭാവിയിൽ അതിന്റെ ശേഷി 6.2 TU വരെ ഉയർത്തും. അതോടെ ദുബായ്, കൊളംബോ തുറമുഖങ്ങളോട് കിടപിടിക്കുകയും ലോകത്തിലെ 15% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ വിഴിഞ്ഞം വികസിക്കുകയും ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്നതായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ നിക്ഷേപകർക്ക് മുന്നിൽ ഒരു വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. സർക്കാർ നേതൃത്വത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ നിക്ഷേപകർക്ക് വളരെ എളുപ്പം വ്യവസായങ്ങൾ ആരംഭിക്കാനാകും. കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്ക് വികസനം എത്തിക്കുന്നതോടെ കേരളം ആഗോള വ്യാവസായിക ഹബ്ബായി മാറുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം പാരിസ്ഥിതിക സൗഹാർദ്ദ സുസ്ഥിര വികസനത്തിന് ഉത്തമ മാതൃകയായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോൺക്ലേവിൽ വിഴിഞ്ഞം നാവിഗേറ്റിംഗ് ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്ന മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി മേധാവികളായ മിഷേല അവേസയും ഗെയ്താനോ എസ്പോസിത്തോയും പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രമാക്കി സുസ്ഥിര ആഗോള വികസന ശൃംഖല സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇരുവരും പറഞ്ഞത്. തുറമുഖത്തിന്റെ സുസ്ഥിരവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ MSC പ്രതിജ്ഞാബദ്ധമാണെന്നും ഇരുവരും ഉറപ്പു നൽകി. 150 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തെ 1-ാം നമ്പർ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ആസ്ഥാനം ജനീവയിലാണ്. നിലവിൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിക്ക് 860 കപ്പലുകളുണ്ട്. വിഴിഞ്ഞം ടെർമിനലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ MSCയുടെ ഇടപെടലോടെ സാധിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തെ ഉൽപാദനക്ഷമത തുടക്കത്തിൽ 35 MPH ആയിരുന്നത് നിലവിൽ 50 ആയിട്ടുണ്ട്. ഡിസംബറിൽ കപ്പലുകളുടെ കാത്തിരിപ്പ് സമയം ശരാശരി 9.8 മണിക്കൂറായി കുറഞ്ഞു. 2050ഓടെ കാർബൺ ബഹിർഗമനം 0 കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രതിവർഷം 22.5 ദശലക്ഷത്തിലധികം TEU കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് MSC. ആഗോള വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം തുറമുഖം സുപ്രധാന ഹബ്ബായി മാറുമെന്ന് ഉറപ്പാണെന്ന് മിഷേല അവേസ പറഞ്ഞു. വിഴിഞ്ഞത്ത് നടന്ന കോൺക്ലേവിന് അധ്യക്ഷത വഹിച്ചത് മന്ത്രി P രാജീവാണ്. ആഗോള സുസ്ഥിര വികസന സൂചികയിൽ കേരളം മികച്ചതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1.6% വിസ്തൃതിയും 2.8% ജനസംഖ്യയുമുള്ള കേരളം GDPയിൽ 4% രാജ്യത്തിന് സംഭാവന നൽകുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ കേരളം എന്ന തരത്തിലാണ് കേരളം വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺക്ലേവിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ശശി തരൂർ MP 4-ാം നൂറ്റാണ്ടിൽ സംഘകാലത്ത് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം നിലനിന്നിരുന്നതായി ചരിത്രരേഖകളുണ്ടെന്നും 20-ാം നൂറ്റാണ്ടിലും വിഴിഞ്ഞം വികസനത്തിന്റെ തേരാളിയായി മാറുകയാണെന്നും പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും തമിഴ്നാടിനും വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിഴിഞ്ഞം വഴി കേരളത്തിന്റെ തനത് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ ഇടം നേടുമെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. വ്യാവസായിക വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം തുറമുഖം വഴി ഒരു അന്താരാഷ്ട്ര കുതിച്ചുചാട്ടത്തിന് കേരളത്തിനെ സഹായകമാക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കോൺക്ലേവ്. അനുബന്ധ വ്യവസായങ്ങളിലൂടെയും അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയും തുറമുഖം വഴി നിലവിലുള്ളതിനേക്കാൾ 10 ഇരട്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത്.